ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫൻസ് അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. ഇൻഡജീനിയസ് ലിംപറ്റ് മൈൻ, അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മൈനിങ് പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടുള്ള മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ ഹൈദരാബാദ് ബേസ്ഡ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ മൈനിങ് പ്രോജക്റ്റിന്റെ ട്രയൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അടുത്തത് ഡിഫൻസ് അറ്റാച്ച് ഇൻ മൊറീഷ്യസ്. മൊറീഷ്യസിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നടന്നത്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രെങ്തൻ ഡിഫൻസ് കോഓപ്പറേഷൻ വിത്ത് മൊറീഷ്യസ്, എൻഹാൻസ് സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് ഇൻ ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഇന്ത്യൻ ഓഷൻ മേഖലയിൽ ഇന്ത്യ വളരെയധികം ആ ഒരു ഡോമിനേഷൻ നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഇല്ല നമ്മൾ പറയുന്നില്ല. ഈ സ്ട്രാറ്റജിയുടെ പുറകിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഡോമിനേഷനാണ്. അപ്പോൾ ആ ഡോമിനേഷന് വേണ്ടിയിട്ട് മൊറീഷ്യസിൽ നമ്മളുടെ സാന്നിധ്യം വളരെ ശക്തമായ രീതിയിൽ ഉറപ്പിക്കാൻ ഇന്ത്യ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷൻ എന്നുള്ള പേരിൽ തന്നെയാണ് ഈ സബ്മിറ്റ് നടന്നത്. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒഡീഷ ഡ്രോൺ ഫെസിലിറ്റി. 300 കോടി ഇൻവെസ്റ്റ്മെന്റിൽ ഒഡീഷയിൽ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ബൊനീറോ എന്ന് പറഞ്ഞ ഡ്രോൺ മേക്കിംഗ് കമ്പനിയാണ് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL ശരിക്കും ഒരു UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. RUAV റുവാവ് എന്ന് വിളിക്കാം. ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ നേവിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണിത്. അടുത്തത് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡാർക്ക് ഷിപ്സ്. ഈ ഡാർക്ക് ഷിപ്സ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോണ്ടേഴ്സ് ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട് ഇരുട്ടിൽ രഹസ്യമായിട്ട് സഞ്ചരിക്കുന്ന ഡാർക്ക് ഷിപ്പ്. ഈ ഡാർക്ക് ഷിപ്പുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സീവിയാൻ എയറോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ പുറകിൽ പണിയെടുത്തിരിക്കുന്നത്. AI പവേർഡ് റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഡാർക്ക് ഷിപ്പുകളെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് എമിഷൻസിനെ ഡിറ്റക്ട് ചെയ്യും. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് കപ്പലുകളുടെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ആണെങ്കിലും നമുക്ക് ആ കപ്പലുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യ 4D ലോങ് റേഞ്ച് റഡാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 450 കിലോമീറ്റർ റേഞ്ചുള്ള റഡാറാണ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിക്വസ്റ്റ് DRDOയ്ക്ക് കൈമാറിയിരിക്കുന്നത്. 4D അഡ്വാൻസ്ഡ് സർവൈലൻസ് റഡാർ നമ്മൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ 3 സേനകൾക്കുമായിട്ട് 3 പുതിയ തിയേറ്റർ കമാൻഡറുകളുടെ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ഓൺഗോയിങ് മിലിറ്ററി ഫംഗ്ഷനിൽ ചെറിയൊരു റിഫോർമേഷൻ ആണ്. ഈ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് ലെഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ്, മാരിടൈം തിയേറ്റർ കമാൻഡ് ലെഡ് ബൈ ഇന്ത്യൻ നേവി, നോർത്തേൺ തിയേറ്റർ കമാൻഡ് ലെഡ് ബൈ ഇന്ത്യൻ ആർമി. ഇതാണ് 3 പുതിയ തിയേറ്റർ കമാൻഡുകൾ. ഈ പുതിയ തീരുമാനം എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു വൈസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ പൊസിഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം ഈ 3 കമാൻഡ് യൂണിറ്റുകളിലും ഓരോ വൈസ് ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷൻസ് ഉണ്ടാവും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ കമാൻഡ് യൂണിറ്റുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും ഈ വൈസ് ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷനിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും ഒരാൾ വീണ്ടും ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷനിലേക്ക് എത്താൻ പോകുന്നത്. അങ്ങനെ ഒരു പുതിയൊരു സംവിധാനം ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിൽ കൊണ്ടുവരുന്നുണ്ട്. ബെൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഈ കമ്പനി ചിത്രക്കൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഫെസിലിറ്റി, പുതിയ ഫെസിലിറ്റി 600 കോടി മുതൽ മുടക്കിലാണ് ഈ ഒരു ഫെസിലിറ്റി തുടങ്ങുന്നത്. ഈ ചിത്രക്കൂട്ട് എന്ന് പറയുന്ന സ്ഥലം UP-യിലാണ് കേട്ടോ. UP-യിൽ ഡിഫൻസ് കോറിഡോറിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഡയറക്ട്ലി പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യും. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് QRSAM, അതുപോലെ തന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്പുകൾ, ഇങ്ങനെയുള്ള പല പരിപാടികൾ ഇതിനകത്ത് വരുന്നുണ്ട്. പ്രോജക്റ്റ് കുഷ എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ റഡാറുകൾ. ഇത് ശരിക്കും സ്ട്രെങ്തനിങ് ഇന്ത്യാസ് ലേയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പാഷെ ഇൻ എക്സൈസ് ബ്രഹ്മാസ്ത്ര. എക്സൈസ് ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് നടത്തിയ സമയത്ത് അവിടെ അപ്പാഷെ ഹെലികോപ്റ്റർ, ബോയിങ്ങിന്റെ അപ്പാഷെ ഹെലികോപ്റ്ററുമായിട്ട് വളരെ മികച്ച പ്രകടനമാണ് അവിടെ, ഒരു അഭ്യാസ പ്രകടനമാണ് അവിടെ നടത്തിയത്.
ഈ ഹെലികോപ്റ്റർ AGM-114 എന്ന് വിളിക്കുന്ന മിസൈലുകൾ ക്യാരി ചെയ്തുകൊണ്ടുള്ള പ്രകടനമാണ് അവിടെ നടത്തിയത്. ഈ AGM-114 എന്ന് പറയുന്ന മിസൈൽ പ്രിസിഷൻ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിസൈലുകളാണ്. ഇത് കൂടാതെ റോക്കറ്റുകൾ ഇൻടാക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഓൺബോർഡ് ഗണ്ണും ഈ ഹെലികോപ്റ്റേഴ്സിൽ ഇൻടാക്റ്റഡ് ആണ്. ഇതെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോർഡിനേറ്റഡ് ട്രെയിനിങ് ആണ് അവിടെ നടത്തിയത്. അത് വിജയകരമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ബാറ്റിൽ ഫീൽഡിൽ ഹെലികോപ്റ്ററുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് ആണ് അവിടെ നടന്നത്. ഡൽഹി S-400 മിസൈൽ ഷീൽഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് വീണ്ടും S-400 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് 5 അഡീഷണൽ S-400 സ്ക്വാഡ്രൺ വാങ്ങിക്കാനാണ് പദ്ധതി ഇടുന്നത്. ഡെഡിക്കേറ്റഡ് ടു പ്രൊട്ടക്ടിങ് ദ നാഷണൽ ക്യാപിറ്റൽ. നമ്മൾ S-400 ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എഗെയിൻസ്റ്റ് ചൈന, അതേപോലെ എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. ഇപ്പുറത്തൊരു 4 എണ്ണം, അപ്പുറത്തൊരു 5 എണ്ണം നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 5 എണ്ണം കൂടി വാങ്ങിക്കാൻ പദ്ധതി ഇടുന്നത്. നിലവിൽ ശരിക്കും പറഞ്ഞാൽ ലഡാക്ക്, സിക്കിം, അരുണാചൽ, സിലിഗുരി കോറിഡോർ ഇവിടെയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് എയിം ചെയ്ത് നമ്മൾ S-400 ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. 3.25 ലക്ഷം കോടിയുടെ റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ ഫൈനൽ എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് തയ്യാറായി. അത് കൺഫേം ആക്കിയിരിക്കുകയാണ്, ഉറപ്പിച്ചിരിക്കുകയാണ് ഡീൽ. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പറയുന്നത് F-35 ഓപ്ഷൻ ഇപ്പോഴും ഇന്ത്യക്ക് മുന്നിൽ ഓപ്പൺ ആണ്. F-35 ഏത് നേരത്ത് വേണമെങ്കിലും ഇന്ത്യക്ക് പ്രൊക്യൂർമെന്റ് നടത്താം എന്നാണ് അമേരിക്ക വീണ്ടും ഓപ്ഷനുമായിട്ട് ഇന്ത്യക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചീഫ് എയർ മാർഷൽ അമേരിക്കയിലുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. അങ്ങനത്തെ പല രീതിയിലുള്ള വിസിറ്റിങ്ങും ഡിസ്കഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ F-35 വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഓൾറെഡി തീരുമാനമെടുത്ത് അത് മാറ്റിവെച്ചതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി വീണ്ടും F-35 ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രസക്തിയില്ല. നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് ഫ്രാൻസിൽ നിന്നും എത്തുന്നുണ്ട്. നമ്മൾ എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ മേളിൽ 25% താരിഫ് ചുമത്തിക്കൊണ്ട് നമ്മളെ വല്ലാത്ത രീതിയിൽ പ്രഷർ ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടുതൽ അനുനയിപ്പിക്കാനും ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകളുടെ ഓപ്ഷൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് നൽകാനോ അമേരിക്ക തയ്യാറായില്ല. ആ സമയത്തൊക്കെ അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. F-35 ഇന്ത്യ ഒരു സ്ക്വാഡ്രണെങ്കിലും വാങ്ങിച്ചേനെ. ശരിക്കും അമേരിക്കയുടെ അപ്രോച്ച് ഫ്രൂട്ട്ഫുൾ ആയിരുന്നെങ്കിൽ ശരിക്കും അമേരിക്ക അത്തരത്തിലല്ല ഇന്ത്യ ഡീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ F-35 എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ കടന്നു പോയിരിക്കുന്നു ഇന്ത്യ. Main chute deploy. We're at 5,000 feet. Search and recovery beacon has been activated on integrity. And we have 3 good main chutes. And we now have Reed Wiseman out of the vehicle, all 4 crew members now out of integrity. Once again, all 4 crew members now on the front porch, and the procedure to begin hoisting them up to these 2 Navy helicopters hovering overhead will begin shortly. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.